ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് നന്ദിനിയോട് ദേഷ്യപ്പെടാണ്. മായ ഇടയ്ക്കിടി എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തോടെ നിന്ന് വിറയ്ക്കുകയാണേ. ഇത് ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മുതലാണ്. എൻ്റെ അധ്വാനം, എൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്. ഞാൻ ഊതി ഒരുക്കി ഉണ്ടാക്കിയെടുത്തതാണ്. അത് ഞാൻ വിൽക്കും, പണയം വയ്ക്കും, അതല്ലെങ്കിൽ അളന്ന് കാട്ടിക്കളയും, ചിലപ്പോൾ കടലിൽ എറിഞ്ഞു കളയും. നീയൊന്നും ചോദിക്കാനായിട്ടില്ലടി, നീ ഈ വീട്ടിൽ കയറി വന്നവളാണ്, മര്യാദയ്ക്ക് സംസാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് കയറി പോടി എന്ന് പറയണ്ട. അതിന് ശേഷം വിനായകനോടും പറയുന്നുണ്ട് കയറി പോടാ എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോകും. അതിന് ശേഷം അയാൾ നോട്ടീസിൽ നോക്കി നിന്നിട്ട് മാഷ് പൊട്ടിക്കറിയാണ്. അപ്പോൾ കമലാമ്മ വന്നിട്ട് മാഷ് എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ഒറ്റയ്ക്കാക്കൂല, ഒരാളുടെ മുന്നിൽ ഇരക്കാനോ നടക്കാനോ ഞാൻ നിന്നെ വിടൂല. ചെറിയൊരു വീട്, അതൊരു ഒറ്റ മുറി ആയാലും നമ്മൾ രണ്ടുപേരും ജീവിക്കും, ഒരാളുടെ മുന്നിൽ നിന്നെ ഞാൻ തല കുനിപ്പിക്കൂല എന്നൊക്കെ പറയാണ് കേട്ടോ മാഷ്. മാഷ് അങ്ങനെ പറയുന്നേക്കും കമലാമ്മയ്ക്ക് സങ്കടം വന്നിട്ട് മാഷ് കെട്ടിപ്പിടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ വേദനയാണ് കേട്ടോ. വഴി അന്വേഷിച്ച് വേദന കൈയും പിടിച്ച് നടക്കുകയാണ്. വേദനയ്ക്ക് കാലിൽ ശരിയായിട്ടില്ല, ഞൊണ്ടി തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു മരവും അതിലൊരു ഒരു കല്ല് പ്രതിഷ്ഠ, അങ്ങനെയൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു സംഭവങ്ങൾ കാണാണ് കേട്ടോ. കുറേ തുണികളൊക്കെ കെട്ടി ഞാറ്റിട്ടുണ്ട്, ശൂലുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രതിഷ്ഠയുണ്ടെന്ന് വേദ പറയുകയാണേ. എന്തായാലും മനുഷ്യന്മാരില്ല, മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതേ കണ്ടില്ലേ, ഇവിടെ മനുഷ്യന്മാരില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ടാവുന്നേ, ആ വഴി പുറത്തേക്ക് പോകാനുള്ളതായിരിക്കും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിക്രം പറഞ്ഞു ചിലപ്പോൾ അത് ആദിവാസികളുടെ അടുത്തേക്ക് പോകാനുള്ളതായിരിക്കും. ആയിക്കോട്ടെ, എങ്കിലും അവിടെ ഒരു വഴി ഉണ്ടല്ലോ, എങ്കിൽ നമുക്കതിലേ പോകാം എന്ന് വിക്രം പറയാം കേട്ടോ. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം, ഇവിടെ ഇത്തിരി നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പോകാം. അപ്പോൾ പറയുന്നതേ വേദ, നേരം വൈകുന്നതിന് മുമ്പ് നമുക്ക് പോകാൻ നോക്കാം. ഇല്ല, ഞാൻ എന്തായാലും ഇവിടെ പ്രാർത്ഥിച്ചിട്ടേ വരുന്നുള്ളൂ. വിക്രം പോയിട്ട് പൂ കൊണ്ടുപോവാ, ഇവിടുത്തെ ഈ പൂക്കളൊക്കെ കിടക്കുന്ന കണ്ടിട്ടേ ഇവിടുത്തെ പ്രധാന വഴിപാട് പൂവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിക്രം വേഗം പോയിട്ടൊരു കുറച്ച് പൂ പൊട്ടിച്ചിട്ടാന്ന് പറയാം കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്, പൂ കൊണ്ടുവന്നിട്ട് ഇവിടെ നടക്കാനായിട്ട് ഇതെന്താ ഹണിമൂണാണോ എന്ന് ചോദിക്കണം. ആഹാ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് തന്നെയാണ് വിക്രവും വിചാരിച്ചത്. കണ്ട, നമുക്ക് ഇവിടെ കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അർച്ചനൊക്കെ നടത്തി ഇവിടെ ഹണിമൂണൊക്കെ ആഘോഷിച്ചിട്ട് തിരിച്ചു പോയാൽ മതി, എന്താ എന്ന് ചോദിക്കണം കേട്ടോ. വിക്രു തമാശ കളിക്കാതെ കുറച്ച് പൂവ് പൊട്ടിച്ചിട്ട് വാ, എന്താ വിക്രു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ അങ്ങോട്ട് തിരിച്ചു വിടാണ്. പെട്ടെന്ന് ഒരു പാമ്പ് അതിലെ പോണാകുമ്പോഴത്തേന് വേദം ഓടി വന്നിട്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വേദ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ വല്ലാതായി പോകുന്നുണ്ട്. പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അഭിലാഷിൻ്റെ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ വിടാതെ ഇങ്ങനെ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞതേ അത് പോയിട്ടാ, ഇനി പൂ വേണോ, വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ വിക്രമിനെ വേദ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിലൂടെ ചുറ്റി കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ ശബ്ദം കേൾക്കുന്നത്. ദേടാ, അവരവിടെ ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ വേദന വേഗം തന്നെ കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ മറകിൽ നിർത്തുകയാണ്. എന്നിട്ട് പറയും, നീ അവിടെ മാറി നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിക്രം ഒരു വടി എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ് കേട്ടോ. കാരണം വേദന അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ അവരെ രണ്ടുപേരെയും അടിച്ച് വീഴ്ത്താണ്. അതിൻ്റെ ഇടയിലേക്കാണ് കേട്ടോ അഭിലാഷ് വരുന്നത്. അഭിലാഷിൻ്റെ കയ്യിലൊരു വാളും ഉണ്ടായിരുന്നു. അഭിലാഷിനെ ഇടിച്ച് വീഴ്ത്തി ആ വാള് കൈക്കിലാക്കിയതിന് ശേഷം ആ വാള് വെച്ചിട്ട് തന്നെ അഭിലാഷിൻ്റെ കൈമ്മൽ വെട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ അഭിലാഷ് ആകെ തളർന്ന് വീഴാണ്, കയ്യിൽ നിന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ ഒഴുകാണ്. അങ്ങനെ ആ ഒരു വെട്ട് കൊണ്ടപ്പോൾ തന്നെ അഭിലാഷ് ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം മറ്റുള്ള ഗുണ്ടകളും കൂടി ഓടി വരികയാണ്. അപ്പോൾ വിക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവർ പേടിക്കുന്നുണ്ട്. അങ്ങനെ ആ വാള അവിടെ വെച്ചിട്ട് വിക്രം അവിടെ നിന്ന് ഓടിപ്പോകും. പിന്നീട് കാണിക്കുന്നത് വിനായകൻ്റെ അടുത്തേക്ക് നന്ദിനി ഓടി വരികയാണ്. നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് വന്നേ, 5 മിനിറ്റിനുള്ളിൽ ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, ആ വർഷയില്ലേ അവരിങ്ങോട്ട് വരുന്നുണ്ട്, വേദനയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, ഈ സമയത്ത് തന്നെ വരണോ, അച്ഛനൊന്നും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയല്ലേ ചോദിക്കുന്നു. അതെ, തളർന്നിരിക്കുമ്പോൾ വേണം നല്ല അടി കൊടുക്കാൻ, അല്ലാണ്ട് എന്തും നേരിടാൻ കരുത്തുള്ളപ്പോഴല്ല അടിക്കുക എന്ന് പറയുകയാണെ. അവളെന്തായാലും ഇവിടെ ഒന്ന് കുലുക്കിയിട്ടേ പോകുള്ളൂ എന്ന് പറയാം. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, അതെന്തായാലും വേണ്ടായിരുന്നു, ഈ ഒരു സമയത്ത് നീ വിളിച്ചു വരുത്തിയതാണോ ചോദിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ വന്നൊന്ന് ഇളക്കി ഇട്ടിട്ട് പൊക്കോളാൻ എന്ന് പറയാം കേട്ടോ. നിങ്ങൾ അത്ര വലിയ ആളാന്ന് ആവാൻ നിൽക്കണ്ട, വേഗം ഇങ്ങോട്ട് വന്നേ, അവർ വന്നു എന്ന് പറയാം കേട്ടോ. കാറിൻ്റെ ശബ്ദം കേൾക്കാനേ. അങ്ങനെ വർഷ വരികയാണ് കേട്ടോ. വർഷം മാത്രമേ ഉള്ളൂ, ശ്രീകാന്ത് ഒന്നുമില്ല. അങ്ങനെ വർഷ അകത്തേക്ക് വരുമ്പോൾ മാഷ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാഷ് കമലേനെ വിളിക്കും കേട്ടോ. കമലേ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ കമല വരും കേട്ടോ.
എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, ഇതേ വർഷ വന്നിട്ടുണ്ട്, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെയെന്ന് പറയും. അപ്പോൾ വർഷ പറയും, അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ മാഷ് അവിടെ നിൽക്കും. എൻ്റെ അതല്ല, ഒരാളെ കാണാതായിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നീക്കുന്നത്? കോടതിയിൽ നിന്ന് വന്ന കുട്ടി ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല, പിന്നെ അവൾ എവിടെ പോയി? നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങളുടെ. അപ്പോൾ കമലാമ്മ പറയാണ്, അവൾക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, വിക്രം എന്തായാലും വേദന അന്വേഷിച്ചാവും പോയിട്ടുണ്ടാവുക, വേദന കൊണ്ട് വിക്രം വരൂ എന്നൊക്കെ പറയാണ് കമലാമ്മ. അന്നേരം വർഷ പറയുന്നുണ്ട്, നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണോ നിങ്ങളുടെ മോൻ പോയത്? ആ മൊഴി കൊടുത്തതിന് പ്രതികാരം വീട്ടിയതായിരിക്കും നിങ്ങളുടെ മോൻ. അവളെ ഇല്ലാതാക്കാനായിട്ട് അവൻ തന്നെ ശ്രമിക്കുള്ളൂ, വേറെ ആരും ശ്രമിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വിനായകൻ പറഞ്ഞതേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ ഉള്ളവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് പറഞ്ഞയച്ചത് ജഡ്ജ് അദ്ദേഹമാണോ? അവന് ജാമ്യം കൊടുത്തതിലുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ജഡ്ജി അദ്ദേഹം തന്നെയാണോ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. നിങ്ങൾ എന്ത് മര്യാദയാണ് കാണിച്ചത്? ഒരാളെ കാണാതായിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ നിങ്ങൾ പരാതി കൊടുത്തോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മാഷും കമലാമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ മകൻ തന്നെയായിരിക്കും, നിങ്ങളുടെ മകനായിരിക്കും വേദന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. അവനാണല്ലോ അവളോട് ദേഷ്യം, അവനെതിരെ മൊഴി പറഞ്ഞതിന്, സാക്ഷി പറഞ്ഞതിന്. അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക, ബാക്കിയുള്ള ഇവിടെയുള്ള അംഗങ്ങളുടെ പേരിൽ കൂടിയിട്ട് കേസ് കൊടുത്തോ, എന്നിട്ട് ഞങ്ങളൊക്കെ അവർ വന്ന് ചോദ്യം ചെയ്യട്ടെ, അത്രയും പോരെ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് അങ്ങനെ ഇറങ്ങിപ്പോട്ടോ. എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നൊന്നും തോന്നുന്നില്ല, ഇതങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. പോലീസ് ചോദിക്കുമ്പോഴേ കറക്റ്റ് മറുപടി പറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് വേദ വിക്രമിനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. ഫൈറ്റ് ചെയ്ത് വിക്രമിനെ കാണാതായി. വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം വരികയാണ്. ഒറ്റയ്ക്ക് ഒരു വലിയ വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ലാസ്റ്റ് കരയാൻ തുടങ്ങും. വിക്രം എന്നൊക്കെ ഇങ്ങനെ ഉറക്കനെ വിളിച്ചിട്ട് കരയാൻ തുടങ്ങും. പെട്ടെന്ന് വിക്രമാനന്ദൻ്റെ പിന്നിൽ കൂടെ വന്നിട്ട് പുലി ശബ്ദം എടുക്കണ പോലെ ഒരു അലറാണ്. പെട്ടെന്ന് വേദ പേടിച്ച് ബാക്കിലേക്ക് വീഴാൻ പോവുകയാണ്. വേദയ്ക്ക് ദേഷ്യം വരികയാണ്. വേദ ഓടി വന്നിട്ട് വിക്രമിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ആ ഷോൾഡറിലും ഈ ഷോൾഡറിലൊക്കെ മാറി അടിക്കുകയാണ്. ലാസ്റ്റ് വിക്രമിന് വേദന എടി വേദ നിർത്ത്, അയ്യോ എനിക്ക് വേദന എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ശരിക്കും അത് സ്വപ്നമൊന്നുമല്ല, റിയലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് സ്വപ്നമാണെന്ന്. സ്വപ്നമല്ല, റിയലായിട്ട് തന്നെ വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ്. വിക്രമും അത് സന്തോഷത്തോട് കൂടിയിട്ട് ആസ്വദിച്ച് തന്നെ വിക്രമിനെയും വേദനയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ ഒന്നായി ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ, പരിസരം പോലും മറന്നിട്ട്. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷയാണ് കേട്ടോ. മാഷ് ഇങ്ങനെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കമല വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ കമലയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ്. മാഷ് വിളിച്ചിട്ട് എടുക്കാതാവുമ്പോൾ ശ്രീജയുടെ അടുത്ത് വന്നു കമലാമ്മ പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അച്ഛൻ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും അമ്മ ഒന്നും കൂടെ വിളിച്ച് നോക്കാൻ പറയുമ്പോൾ ഒന്നും കൂടെ വിളിച്ച് നോക്കുമ്പോൾ മാഷ് എടുക്കൂട്ടോ. മാഷ് എവിടെയാണ്? ഞാൻ എത്ര നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വിഷമാവുന്നു, മാഷ് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ടാ. ശരി കമലെ, ഞാൻ വരാം, നീ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് മാഷ് ഫോൺ വെക്കും കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മാഷ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു മോളെ. അപ്പോൾ ശ്രീജ പറഞ്ഞു, ഞാൻ പറയില്ല അമ്മേ, അച്ഛൻ വേഗം വരും എന്ന് പറയും. ഈ സമയത്ത് അവിടെ ബീച്ചിൽ ഒരു കുട്ടീനെ എടുത്ത് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.